അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പ്രഭാതം മറ്റെല്ലാ പ്രഭാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. രാത്രി ഏറെ വൈകി ഉറങ്ങുന്ന ജസീറിൻ്റെ മുറിയിൽ നിന്ന് അന്ന് പതിവ് പോലെ മൊബൈൽ സ്ക്രീനിൻ്റെ വെളിച്ചമോ ഉച്ചത്തിലുള്ള സംഗീതമോ പാട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ കുറച്ച് സമയം കഴിഞ്ഞ് കിടക്കുവാൻ വേണ്ടി നിന്നു. എന്നാൽ അവസാനമായി അവൻ നോക്കിയത് ഹിജാബി അയച്ച സന്ദേശമായിരുന്നു. അതെ, അവളയച്ച ആ മെസ്സേജുകൾ. ജസീർ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നാളെ സുബഹിന് മുമ്പ് എഴുന്നേൽക്കണം. ഒലോ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കണം. അറിയാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നീ ഒന്ന് ശ്രമിച്ചാൽ മതി. എന്നാൽ എനിക്ക് കൂടുതൽ. ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് നൂർജഹാനെ നോക്കും. എന്നാൽ അവൾ അതിലൊന്നും വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല. അവൾ നല്ല ഉറക്കാണ്. ശരിക്കും ജസീർ എന്ന് പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്കെല്ലാം പേടിയാണ് അവനെ. കാരണം അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ അങ്ങനെയാണ്. പക്ഷേ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം എന്നതായിരുന്നു നൂർജഹാൻ്റെയും വിചാരം. ഈ സമയം ജസീറിൻ്റെ മനസ്സിൽ ഹിജാബി പറഞ്ഞ കാര്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ നൂർജഹാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു. അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം. അവന് നഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ്റെ ഉള്ളിലെ നന്മയെ ഉണർത്തണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. മദ്യപാനവും മോശം കൂട്ടുകെട്ടുകളും തെറ്റായ ജീവിതശൈലിയും വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും അതൊക്കെ ഒന്നില്ലാതാക്കണം. എന്നിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതും പിടിച്ചു വെക്കുന്നതും എല്ലാം തടയണം. ശരിക്കും ജസീറിനെ നന്മയെ വളർത്തണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി പറഞ്ഞതനുസരിച്ച് രാത്രി അലാറം വെച്ചിട്ടായിരുന്നു ജസീർ കിടന്നത്. പുലർച്ചെ ഇനിയും ബാങ്ക് മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള സമയം. അലാറം മുഴങ്ങിയപ്പോൾ പതിവ് പോലെ ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങാൻ അവൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ അതേ നിമിഷം തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുടെ ശബ്ദം ഓർമ്മയിൽ തെളിഞ്ഞു. ജസീർ, പ്ലീസ്, എനിക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും. അവൻ പതുക്കെ എഴുന്നേറ്റു. സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ടില്ല. വല്ല യാത്ര പോകുമ്പോൾ മാത്രം, അല്ലാതെ ഒരിക്കൽ പോലും. ജനൽ തുറന്നിട്ടപ്പോൾ തണുത്ത കാറ്റ് മുഖത്ത് തട്ടി. എന്നാൽ ഈ നിമിഷം നൂർജഹാൻ അതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. പക്ഷികളുടെ ആദ്യ ശബ്ദങ്ങൾ, ഇരുണ്ട ആകാശത്തിൻ്റെ അരികിൽ തെളിയുന്ന പ്രഭാതരേഖ. അവൻ നിശബ്ദമായി ഉള്ളൂഹെടുത്തു. പിന്നീട് ഹിജാബി അയച്ച ആ ഒരു മെസ്സേജ് വീണ്ടും തുറന്നു. ഫാത്തിഹയും ചെറിയ സൂറത്തുകളും വായിച്ചുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധയോടെ മനസ്സിലാക്കി. എല്ലാം പഠിച്ചിരുന്നു. മദ്രസയിലേക്ക് പഠിപ്പിക്കുമ്പോൾ പിന്നെ നിസ്കാരമില്ല, ഒന്നുമില്ലാതായി മാറി. നമസ്കാരത്തിനായി വർഷങ്ങൾക്ക് ശേഷം നിൽക്കുകയാണ് മുസല്ലയിൽ. നിന്നപ്പോൾ അവൻ്റെ കൈകൾ നേരിയ വിറയലായിരുന്നു. ഒരു നിമിഷം നൂർജഹാൻ അത് കണ്ട്, ആഹാ, മാഷാ അല്ലാ, ഇങ്ങനെയൊക്കെ ആയോ? അതെ, ഇങ്ങനെ ആകാൻ ഇനി പറ്റില്ല. അവൻ്റെ ആ മാറ്റം കണ്ട് നൂർജഹാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു. ഓ, ഇത്ര പെട്ടെന്ന് സെറ്റാവുന്നൊന്നും വിചാരിച്ചില്ല. ആ മനസ്സിൽ മറ്റേ പെണ്ണല്ലേ, ആ പെണ്ണിനെ ആലോചിച്ചിട്ടായിരിക്കും. എന്നാൽ നമസ്കാരത്തിനായി നിന്നപ്പോൾ അവൻ്റെ കൈകൾ കാലുകൾ വിറക്കുന്ന പോലെ തോന്നി. അല്ലാഹു അക്ബർ. ആദ്യ തക്ബീർ പതിഞ്ഞ നിമിഷം തന്നെ അവൻ്റെ മനസ്സിൽ പറയാനാവാത്തൊരു സമാധാനം നിറഞ്ഞു. വർഷങ്ങളായി മറന്നുപോയ വഴിയിലേക്ക് തിരികെ നടക്കുന്നത് പോലെയായിരുന്നു ആ അനുഭവം. ഓരോ റുക്കുവും ഓരോ സുജൂദും അവൻ്റെ ഉള്ളിലെന്തോ ഉരുകിക്കൊണ്ടിരുന്നു. നമസ്കാരം കഴിഞ്ഞ് അവൻ ഏറെ നേരം മുസല്ലയിൽ തന്നെ ഇരുന്നു. കണ്ണുകൾ അടച്ചു. എന്നാൽ നൂർജഹാൻ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അതെ, കറക്റ്റ് രീതിയിൽ തന്നെയാണ്. പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ചെയ്യുന്നൊക്കെയുണ്ട്. അവൻ കണ്ണുകൾ അടച്ചു. ആദ്യമായി മനസ്സിൽ നിന്നൊരു ദുആ പുറത്തു വന്നു. അല്ലാഹുവേ, എന്നെ നല്ല മനുഷ്യനാക്കണേ, എൻ്റെ തെറ്റുകൾ പൊറുക്കണേ, എന്നെ ശരിയായ വഴിയിൽ നടത്തണേ. എൻ്റെ ഹിജാബിയെ അനുഗ്രഹിക്കണേ. അവളെ എനിക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ നിസ്കരിക്കുവാനും ഞാൻ തയ്യാറാണ്. അവൾ എനിക്ക് നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നന്മയിലേക്ക് മാറാൻ എനിക്ക് ശക്തി നൽകണമേ. അത് നല്ലവനായിട്ടാണെങ്കിലും എനിക്ക് അവളെ സ്വന്തമാക്കണം. അവൾ എൻ്റേത് മാത്രമാണ്. ആ ദുആ കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ നിറഞ്ഞിരുന്നു. ഇത്രയും സമാധാനം നിസ്കാരത്തിനുണ്ടോ? സ്വയം ചോദിച്ച ചോദ്യത്തിന് അവൻ തന്നെ മറുപടി കിട്ടിയില്ല. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ മുസല്ലിയുടെ ഒരു ചിത്രം എടുത്തു. നേരെ അതാ ഹിജാബിയുടെ നമ്പറിലേക്ക് അയച്ചു. ഹിജാബി, ഞാൻ എഴുന്നേറ്റു. 2 റക്അത്ത് നമസ്കരിച്ചു സുബഹ്.
അയച്ച ഉടൻ അവൾ മൊബൈൽ ഫോൺ താഴെ വെച്ചു. അല്പസമയം കഴിഞ്ഞ് മറുപടി വന്നു. അൽഹംദുലില്ലാ ജസീർ, ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. ഒരു ദിവസം കൊണ്ട് എല്ലാം മാറില്ല. പക്ഷേ നീ ഇന്നെടുത്ത ഈ ആദ്യ ചുവട് അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സന്ദേശം വായിച്ചപ്പോൾ ജസീറിൻ്റെ ഹൃദയം നിറഞ്ഞു. മറ്റൊരു വശത്ത് നൂർജഹാനും സന്തോഷത്തിൻ്റെ കണ്ണീരിലായിരുന്നു. കാരണം ജസീർ ഇത്ര പെട്ടെന്ന് നന്നാവുമെന്നുള്ളത് അവൾ വിചാരിച്ചില്ല. എന്നാൽ ഹിജാബി ഒരിക്കലും ഞാനാണെന്ന് അറിയാൻ പാടില്ല. സ്നേഹത്തോടെ പറഞ്ഞാൽ ഒരാളുടെ ഹൃദയത്തെ തൊടാൻ കഴിയും, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾക്കറിയാമായിരുന്നു ഇത് അവസാനമല്ല, തുടക്കമാണെന്ന്. പക്ഷേ ഏറ്റവും പ്രയാസമുള്ള ആദ്യ ചുവട് അവൻ എടുത്തു കഴിഞ്ഞു. ഒരു പ്രഭാത നമസ്കാരം. ഇനി ജസീറിന് മുന്നിൽ നീണ്ടൊരു യാത്രയുണ്ട്. മോശം കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. മദ്യപാനം, അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ, പെണ്ണിനെ പിടിക്കൽ, അങ്ങനെയുള്ള പല രീതിയിലുള്ള തെറ്റുകളും അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ ഒരു പെണ്ണ് പോരാ, പല പെണ്ണുങ്ങൾ വേണം. എന്നാലും ഹിജാബി അടുത്തതിന് ശേഷം മറ്റെങ്ങോട്ടും പോയിട്ടില്ല എന്ന് തോന്നുന്നു. നമസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, ഖുർആൻ പഠിക്കണം, കുടുംബത്തോട് കൂടുതൽ അടുക്കണം. ഇതൊക്കെ ഇനി ജസീറിൻ്റെ ജീവിതത്തിൽ വരാനുള്ളതാണ്. ഒരു നിമിഷം നൂർജഹാൻ വിചാരിച്ചോ, പതുക്കെ പതുക്കെ എല്ലാം മാറ്റിയെടുക്കണം. പ്രഭാത നമസ്കാരത്തിൻ്റെ സമാധാനം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ജസീർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. തണുത്ത കാറ്റ് മുഖത്ത് തഴുകിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ജീവിതം പുതുതായി ആരംഭിക്കുന്നത് പോലെ അനുഭൂതി അവനെ പൊതിഞ്ഞു. ജോഗിങ്ങിന് പോകുന്നതിന് മുമ്പ് അവൻ മുറിയിലേക്ക് തിരികെ കയറി. അലമാരിയുടെ മുകളിലത്തെ ഷെൽഫ് പതുക്കെ തുറന്നു. അകത്ത് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആ ചെറിയ വെൽവെറ്റ് പെട്ടി അവൻ പുറത്തെടുത്തു. അതിലൊരു മനോഹരമായ ഡയമണ്ട് നെക്ലേസും അതിനൊത്ത വളയും ഒരു ഡയമണ്ട് മോതിരവും ഉണ്ടായിരുന്നു. അവയെ ഒരിക്കൽ നോക്കിയ ശേഷം അവൻ പതുക്കെ പറഞ്ഞു, അല്ലാഹുവേ, ഇത് ശരിയായ കൈകളിൽ എത്തട്ടെ. അവനവ സുരക്ഷിതമായി പൊതിഞ്ഞ് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കൊറിയർ ഓഫീസിലെത്തി. ഓരോ രേഖയും പരിശോധിച്ച ശേഷം ജീവനക്കാർ അത് ഇൻഷുറൻസോട് കൂടിയ സ്പീഡ് സർവീസായി അയക്കുകയാണ്. അതേസമയം റിസ്വാന വക്കീലിൻ്റെ വീട്ടിൽ പതിവ് പോലെ രാവിലത്തെ ജോലികൾ നടക്കുകയായിരുന്നു. മുറ്റം അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന ആയിഷയുടെ മുന്നിലേക്ക് ഒരു കൊറിയർ ബൈക്ക് വന്നു നിന്നു. ഇത് നിങ്ങളുടെ അഡ്രസ്സാണോ? അതെ. ലൊക്കേഷൻ അനുസരിച്ച് വന്നപ്പോൾ അതെ, ഇതിലൊരു സുരക്ഷിത പാർസലുണ്ട്. ആയിഷ അകത്തേക്കോടി. അതെ റിഷു, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. റിസ്വാന വക്കീൽ പുറത്തുനിന്ന് ഇറങ്ങി വന്നു. വിലാസം പരിശോധിച്ചു. എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം ഒപ്പുവെച്ച് പാർസൽ ഏറ്റുവാങ്ങി. പാർസൽ കണ്ടപ്പോൾ വീട്ടിലെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം, ആരായിരിക്കും അത് അയച്ചത്? അപ്പോഴാണ് നൂർജഹാൻ്റെ ഫോൺ വന്നത്. അതെ റിഷു, ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് നോക്കൂ. റിസ്വാന വക്കീൽ സൂക്ഷിച്ചുകൊണ്ട് പൊതികൾ അഴിക്കാൻ തുടങ്ങി. അതെ, വെൽവെറ്റ് പെട്ടി തുറന്ന ആ നിമിഷം മുറിയിലെ എല്ലാവരും ഒരേ സമയം നിശബ്ദരായി. അതിനുള്ളിൽ നിന്ന് അതാ നല്ലൊരു പ്രകാശം വരുന്നു. അതായത് അതിനുള്ളിലെ LED ബൾബ്. ആ ഡയമണ്ടിലേക്ക് പതിച്ചപ്പോൾ 1000 നക്ഷത്രങ്ങൾ ഒരുമിച്ച് തിളങ്ങുന്നത് പോലെ ആ ഡയമണ്ട് നെക്ലേസ് മിന്നി തിളങ്ങി. അതിൻ്റെ അരികിൽ മനോഹരമായ വളയും മോതിരവും. ചെറിയ ആമിക്കുട്ടി കണ്ണുകൾ വിടർത്തി നോക്കി. ഉമ്മച്ചി, എന്ത് ഭംഗി! അവൾ പതുക്കെ ചോദിച്ചു. ഇതെനിക്ക് തരുമോ? ആയിഷ മകളെ ചേർത്ത് പിടിച്ചു. മോളെ, ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ കാണാൻ പോലെ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല മോളെ. ആമി വീണ്ടും പറഞ്ഞു. എനിക്കിങ്ങനെ മാല വേണം. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. റിസ്വാന വക്കീൽ അവളെ മടിയിലിരുത്തി. മോള് വാ. അവൾ നെക്ലേസ് എടുത്ത് അവളുടെ കൈകളിൽ കൊടുത്തു. ഇത് വല്യമ്മക്ക് കാണിച്ചു കൊടുക്ക്. ഉമ്മച്ചി അണിയിച്ച് നോക്കാം കേട്ടോ ഒന്ന്. ആമി സന്തോഷത്തോടെ ഓടിപ്പോയി. നേരേതാ വല്യമ്മയുടെ കൈകളിൽ കൊടുത്തു. ആഹാ മോളെ, സുന്ദരമായിട്ടുണ്ടല്ലോ ഈ മാല. ആരാ വാങ്ങിച്ചു തന്നത്? മോൾക്കിത് കുറച്ച് വലുപ്പേറാൻ കേട്ടോ. ഇത് കുറച്ച് ഉമ്മമാർക്കുള്ള. മോളെ, മോളുടെ ഉമ്മച്ചി കിട്ടാൻ നല്ല ഭംഗിയുണ്ടാവും അത്. എന്നാൽ ആ ഉമ്മുമ്മയും വിചാരിച്ചത് റിസ്വാന വക്കീലിൻ്റെ ഡയമണ്ട് നെക്ലേസ് ആണെന്നാണ്. എന്നാൽ റിസ്വാന വക്കീൽ പറഞ്ഞു, ആയിഷയുടെ കഴുത്തിലെ നെക്ലേസ് ഒന്ന് അണിഞ്ഞു നോക്കിക്കേ. അല്ലോ, അത് വേണ്ട, അതൊന്നും വേണ്ട പഠിച്ചോനെ, അതൊന്നും വാങ്ങാനുള്ള അതിനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല. അത് നിങ്ങൾ തന്നെ എടുത്തോളൂ. അല്ല, അതിനെന്തോന്ന് വെച്ച് നോക്കി വെച്ചിട്ട് ഇപ്പം എന്താ നോക്കട്ടെ.
എന്നാൽ അതിനിടയിൽ അതാ റിസ്വാന വക്കീലിന് മെസ്സേജ് അയച്ചിരുന്നു. നൂർ ജഹാൻ മറ്റൊന്നും അല്ലായിരുന്നു, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതെ, അതയച്ചത് മറ്റാരുമല്ല, ജസീറാണ്. ജസീറിനെ ഞാനൊരു കളി കളിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്നുമല്ല, അവൻ മൊത്തത്തിലങ്ങ് മാറിപ്പോകുന്നുണ്ട്. ശരിക്കും റിസ്വാന വക്കീലിനെ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സത്യമാണോ? അതെ, വിജയിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വിജയിക്കില്ല എന്ന്. പക്ഷേ ആ ഹിജാബി, ഞാനന്ന് ഹിജാബിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അത് മൂപ്പരെ കണ്ണിൽ വല്ലാതെ അങ്ങോട്ട് പിടിച്ചിക്കണ്. പിന്നെ ഞാനും വിട്ട് കൊടുത്തില്ല, നല്ലോണം റൊമാൻറ്റിക് ആയിട്ടാണ് വീശി കൊടുത്തു ഞാൻ. ആ, എനിക്കൊക്കെ ഇല്ലാതെ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു, വേറൊരു കാര്യമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റൊന്നുമല്ല, ഞാനിന്നൊരു ഫസ്റ്റ് ദിവസത്തെ ഒരു പ്ലാനിങ് സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പ്ലാനിങ് വിജയിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ പ്ലാനിങ് സുബഹിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക, സുബഹി 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ അത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. മൂപ്പര് അതും കഴിഞ്ഞിട്ടാണ് ജോഗിങ്ങിനും കൊറിയർ ഓഫീസിലേക്കും പോയിട്ടുള്ളത്. ഇനിയാണ് ബാക്കി കളി കളിക്കാൻ നിൽക്കുന്നത്. എന്നാൽ ഈ സമയം അതാ റിസ്വാന വക്കീൽ വിളിക്കുന്നു. ആയിഷ, നീ എന്താ മാലിട്ട് നോക്കാത്തത്? അത് വേണ്ട ഋഷു, അതൊന്നും എനിക്ക് ഇടാനുള്ള അർഹതയൊന്നുമില്ല. ഒരു മുത്തുമാല പോലും ഇടാൻ കൊതിച്ചതാണ്. പക്ഷേ അത് സാരല്ല, അത് നിങ്ങൾ തന്നെ എടുത്തോളൂ. ഓ അങ്ങനെ. പക്ഷെ അവളത് ഇടാൻ കൂട്ടച്ചില്ലായിരുന്നു. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ അവളുടെ ഓഫീസിൻ്റെ ആവശ്യത്തിന്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ അവൾ ഇറങ്ങുമ്പോൾ ഉമ്മ അവളെ ദേഷ്യത്തോടെ നോക്കി. നൂർജഹാൻ, നീ എങ്ങോട്ടാ? എന്താ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. പിന്നെ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഓഫീസിലും ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ. അതെ, അതിനൊക്കെ ഇവിടെ ജസീറുണ്ടല്ലോ. നീ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഇവിടുന്ന്? അനക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? എൻ്റെ പൊന്നാരും ഉമ്മ, ഇവിടെ എന്ത് പണിയാണുള്ളത്? അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് പണിയാണുള്ളത്? നൂർജഹാൻ, നീ ഇവിടുന്ന് പോകണ്ട. അതെ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. ഓഹോ, അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കല്ലേ? ആണല്ലോ, അടങ്ങി ഒതുങ്ങി തന്നെയാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. എൻ്റെ പകരം ഉമ്മ പോയിക്കോ, അതായിരിക്കും നല്ലത്. നീ വല്ലാതെ തർക്കുത്തരം പറയുന്നുണ്ട് കേട്ടോ. ആരോടാണ് പറയുന്നുള്ള ഓർമ്മ വേണം. ഞാൻ ആരോടുമല്ല, എൻ്റെ അമ്മായിയോടാണ്. അതായത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട്. എനിക്ക് എപ്പോഴും എന്തും പറയാൻ പറ്റുന്നത് ഒരേ ഒരു ഉമ്മയോട് മാത്രം, ആ നിങ്ങളോട്. നൂർജഹാൻ, നീ എന്നെ കളിയാക്കുകയാണോ? ഈയിടെയായി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ആഹാ, അത്രയൊന്നും കളിയാക്കണ്ട കേട്ടോ. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഉമ്മ. എനിക്ക് കുറച്ച് ഡ്യൂട്ടി ഉണ്ട്, കുറച്ചധികം. ആ ഡ്യൂട്ടിക്കനുസരിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ പൊന്നുമ്മ. നിങ്ങൾ ഇങ്ങനെ, നീ ഒന്ന് പോയിക്കാ, എന്നെ സോപ്പിടാതെ. അതെ ഉമ്മ, സത്യമായിട്ട് സോപ്പിംഗ് അല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. എനിക്കിവിടുന്ന് പോകണം, പോയേ തീരും. നൂർജഹാൻ, നിന്നെ ഞാൻ ഉണ്ടല്ലോ, എൻ്റെ ബാപ്പാനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറയും. നോ പ്രോബ്ലം, അതിപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോളും. എനിക്കൊരു വിഷയമില്ല. കാരണം എൻ്റെ ഉപ്പാൻ്റെ മോള് വേണ്ടാത്ത ചതിയിലൊന്നും ഇതുവരെ ചെന്ന് വീണിട്ടില്ലെന്ന് എൻ്റെ ഉപ്പാക്ക്, അതായത് എൻ്റെ അമ്മായിയുടെ ആങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആ കാര്യത്തിൽ അമ്മായി വിഷമിക്കണ്ട. ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോ. ശരിക്കും അവർക്ക് ദേഷ്യം വിരച്ച് കയറി. അവൾ ഇറങ്ങിത്തിരിക്കണ് രാവിലെ തന്നെ. ഞാൻ പറയട്ടെ അമ്മായി, നിങ്ങളും പോരുന്നോ? നിങ്ങളായിട്ട് ഈ വീട്ടിലിവിടെ കാവൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. 2 വേലക്കാരികളെ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞ് വിട്ടു. എന്താ ഇനി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം? എനിക്ക് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് രാവിലെ മുതലേ വീട്ടിലിരിക്കാൻ കഴിയില്ല. ശരിക്കും നൂർജഹാൻ്റെ വാക്ക് കേട്ട് അവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അതെ, നീ എന്നെ അങ്ങനെ സോപ്പിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കണ്ട. നീ ആളത്ര നല്ലതല്ല. ജസീർ ഒരു നേരം ഇറങ്ങും, നീ ഒരു നേരം ഇറങ്ങും. 2 പേര് എങ്ങോട്ടാണ് പോകുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ജസീറിൻ്റെ മനസ്സാകെ നീ ഏതായാലും മാറ്റി എടുത്തല്ലോ. അവനിപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റേത് ഓനൊരു കോള് വരും ഓടും, അങ്ങനെയായിരുന്നു. എന്നിട്ട് പലയിടത്തുനിന്നും ആയിട്ട് അതൊന്നും ഇപ്പം ഇല്ല. ഒക്കെ നീ നിർത്തലാക്കി. നീ ഇപ്പോൾ അവനെ വരച്ച വരയിൽ നിർത്തിയല്ലേ ഉമ്മ? ഞാൻ വരച്ച വരയിൽ നിർത്തുക എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ പോലും ജസീറിനെ തെറ്റായ രീതിയിലേക്ക് നയിച്ചിട്ടില്ല. ഞാൻ നല്ലതൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടേ ഉള്ളൂ. ഓ പിന്നെ നല്ലത് പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ ഒരാളും. നിനക്ക് വേറൊന്നും പണിയില്ലല്ലേടി? കയറിപ്പോടി അകത്ത്. എന്തിന് ഇവിടെ വെറുതെ ഇരിക്കാനോ? എനിക്ക് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. എനിക്കതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലമ്മ. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരാളെ സ്കൂളിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ പിടിച്ചാൽ എങ്ങനെ? അതുപോലെ തന്നെയാണിത്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് പോയേ തീരൂ എൻ്റെ ഓഫീസിലേക്ക്. എൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഞാനും നോക്കിയില്ലെങ്കിലേ അതൊന്നും ശരിയാലും ഉമ്മ. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അതാ ധിക്കരിച്ചുകൊണ്ട് അവൾ പോകുന്നു. കണ്ടില്ല ധിക്കാരി. ഞാൻ ഇപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എൻ്റെ ആങ്ങളിനോട്. നീ ഇത്രക്കും അഹങ്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു. എൻ്റെ ഉമ്മ, നിങ്ങളൊന്ന് റിലാക്സ് ആവ്. ഒരിക്കൽ പോലും ഞാനൊരു അഹങ്കാരിയോ ഒന്നുമല്ല. അത് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉമ്മ കൂടി പോരി, വരി. ദാ കാറിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പോരി. നിങ്ങളും കൂടി കയറിക്കോളി. ഞാനില്ല ഉരുമ്പൊട്ടവളെ നീ നടക്കുന്നിടത്ത് കൊന്നു. ശരിക്കും നല്ല രീതിയിൽ അതാ നൂർജഹാനെ ചീത്ത പറഞ്ഞു. എന്നാൽ നൂർജഹാൻ തമാശ രൂപത്തിൽ കാര്യങ്ങളെല്ലാം അങ്ങ് എടുത്തു. എന്നാൽ ഈ സമയം അത് ഉമ്മ എന്നാൽ പോയിട്ട് വരാട്ടോ. നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ പോന്നോളൂ, അതിനെന്താ. നിങ്ങൾക്ക് ചില അത്ഭുതങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓ, നിന്റെ അത്ഭുതം കാണിക്കാൻ എന്നെ നീ നോക്കണ്ട, ഓടി എൻ്റെ കൺമുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് ഉമ്മ അവളെ ആട്ടി. എന്നാൽ നൂർജഹാൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ഈ ഉമ്മാൻ്റെ ഒക്കെ ഒരു കാര്യം എല്ലാവരെയും ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് വെറുതെ വിട്ടാൽ പറ്റില്ല ഒറ്റൊന്നിനെയും. അവർ ചില്ലറക്കാരികളല്ല. ഇപ്പോൾ പാവായത് കാര്യമൊക്കെ ഒന്നും വേണ്ട. പാതിരാത്രിയിലെ ഗർഭിണിയായൊരു പെണ്ണിനെയും ഉമ്മയെയും ഇറക്കി വിട്ടതാണ്. എന്നിട്ട് അവരെ കാണാനില്ലെന്നും പറഞ്ഞ് നടക്കുക. എന്താ സാധനം. ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയേ ഉള്ളൂ. ഭയങ്കര സാധനങ്ങളായിരുന്നു. ശരിക്കും നൂർജഹാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഈ സമയം അവൾ അതാ നേരെ വിട്ടത് റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ ഡയമണ്ട് നെക്ലേസ് അതാ റിസ്വാന ആയിഷയുടെ കൈകളിൽ കൊടുക്കുവാൻ വേണ്ടി നിന്നപ്പോൾ അവളത് വിസമ്മതിക്കുകയായിരുന്നു. വേണ്ട ഋഷു, ഞങ്ങൾക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. വേണ്ട, നിങ്ങളിവിടെ ഒരു ഇടം തന്നല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് ധാരാളം. ഇത് തന്നെ മതി ഞങ്ങൾക്ക്. സന്തോഷമായി. ഇതിനപ്പുറമായിട്ട് വേറൊന്നും വേണ്ട. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടു. അങ്ങനെ അതാ റിസ്വാന വക്കീൽ ഓടിപ്പോയി നോക്കി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അതെ, എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ. എന്നാലും അങ്ങനെ ഒരാളെ, അതെ, ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ജസീറിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എനിക്ക് പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നുണ്ടല്ലോ, ആ ഗിഫ്റ്റ് കിട്ടിയില്ലേ? ഇത് ആയിഷയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം, നീ തന്നെ കേട്ടോ. റിസ്വാന വക്കീലിനോട് നൂർജഹാൻ അത് പറഞ്ഞപ്പോൾ റിസ്വാന വക്കീൽ പറഞ്ഞു, അതെ, ഞാൻ എത്ര തന്നെ കെട്ടിക്കൊടുക്കാൻ വിചാരിച്ചിട്ടും അവൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല, വേണ്ട, അങ്ങനെയൊക്കെ. പാവം പെണ്ണാണ് കേട്ടോ. എന്തൊക്കെ തന്നെയാലും പിന്നെ ഞാനത് കെട്ടിക്കൊടുത്തോളാം. എന്നാൽ ഈ സമയം അതാ നൂർജഹാന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞു മാലയും എടുത്തിരുന്നു. അതെ, അതൊരു ഗോൾഡ് മാലയായിരുന്നു. അതിൻ്റെ തലഭാഗത്തായിട്ട് ചെറിയൊരു ലോക്കറ്റും ഉണ്ടായിരുന്നു. എന്നാൽ നൂർജഹാൻ വിചാരിച്ചത് ആമിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്നായിരുന്നു. ഇതിപ്പോൾ ഹിജാബിയോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജസീർ വാങ്ങിയതാണ്. പക്ഷേ ആ ഹിജാബിക്ക് ഒരു കുഞ്ഞുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ആമിയെ വിളിച്ചു. മോളെ ആമി. അവൾ സ്നേഹത്തോടെ ഓടി വന്നു. നൂർജഹാൻ അവളുടെ കൈകളിലായിട്ട്, മോളെ ഇതെങ്ങനെയുണ്ട്? വാവ്, ഇതെനിക്കാണോ? അതേ മോളെ, നല്ല ഭംഗിയുള്ള ഒരു മാല. അതിൻ്റെ തെല്ലത്തായിട്ട്, അതിൻ്റെ ലോക്കത്തിനടുത്തായിട്ട് ഒരു ലവ് ചിഹ്നത്തിൽ ഒരു ഡയമണ്ട്, 2-3 ഡയമണ്ട്സ് തിളങ്ങുന്നു. നല്ല മനോഹരമായൊരു ഫ്ലവർ പോലെ അത് തോന്നിച്ചു. നല്ല ഭംഗിയുണ്ട്. ഇത് മോൾക്ക്, ഇത് ഉമ്മച്ചിക്ക്. എൻ്റെ ഉമ്മച്ചിക്കോ? ഉമ്മച്ചി പാവാണ്. ഉമ്മച്ചി പറഞ്ഞിട്ട് അതൊന്നും ഞമ്മക്ക് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു മോളെ? ഒരു നിമിഷം നൂർജഹാൻ വിചാരിച്ചു, കോടീശ്വരനായ ആ ഒരു പുളിക്കൽ തറവാട്ടിലെ ജസീറിൻ്റെ കുട്ടിയാണല്ലേ ഇത്. ഈ ഒരു രൂപത്തിൽ ഈ കുട്ടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമാണ്. കാരണം പാവം, എളിയ രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഈ കുട്ടിക്കുള്ളൂ. പാവമാണ്. എന്നാലിപ്പോൾ റിസ്വാന വക്കീലൊക്കെ എടുത്തു കൊടുത്തിട്ട് കുറച്ച് നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു സന്തോഷം തന്നെ. അങ്ങനെ നൂർജഹാൻ ആയിഷയെ വിളിക്കുന്നു. ആയിഷ. അല്പം നാണത്തോടു കൂടി ആയിഷ, ഇങ്ങോട്ട് പോരി ആയിഷ. പിന്നെ ഇത് അണിഞ്ഞോളൂ. എന്ത് ഇത്? എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? ഞങ്ങളുടെ വകയായിട്ട് സമ്മാനമായിട്ട് സ്വീകരിച്ചൂടെ നിനക്ക്? എന്നാൽ അവൾ മൗനം പാലിച്ചു. അവളുടെ മനോഹരമായ കഴുത്തിൽ ആ ഡയമണ്ട് നെക്ലേസ് അവൾ ഇട്ട് കൊടുത്തു. ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ? നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് കാണാൻ. അതാണ്.
അങ്ങനെ അതാ അവളൊരു ഫോട്ടോയും എടുത്തു. അത് ആയിഷയുടെ മനോഹരമായ കഴുത്തിൽ ആ ഡയമണ്ട് നെക്ലേസ് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ നൂർജഹാൻ റിസ്വാൻ വക്കീലും മാഷാ അല്ലാ എന്ന് പറഞ്ഞു. അത്രക്കും മനോഹരമായിരുന്നു അതിന്. ശരിക്കും അത് ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെനിക്ക് അതേ മോളെ, ഇത് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണ്, പക്ഷെ നിനക്കുള്ളതാണ്. എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. അത് ആയിഷയുടെ കഴുത്തിൽ അതങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി. ആ ഡയമണ്ട് റിങ്ങും വളയും തന്നെ അവരിട്ട് കൊടുത്തു. ശരിക്കും അവളുടെ മനോഹരമായ വെളുത്തുമെലിഞ്ഞ കൈകളിൽ ആ ഒരു ഡയമണ്ട് വള കിടക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അതിന്. അങ്ങനെ അതാ സന്തോഷത്തോടു കൂടെ അവൾ അത് ധരിച്ചു. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ്റെ ഫോണിലേക്ക് ഫോൺ വരുന്നു. ഓ പഠിച്ചോനെ, ഹലോ, ഞാനൊരു കൊറിയർ വിട്ടിരുന്നു, എന്താ കിട്ടിയോ? കൊറിയറോ? ആ കിട്ടി. അത് നിങ്ങൾ അയച്ചതാണോ? പഠിച്ചോനെ, അത് എന്ത് ഭംഗിയാ. എൻ്റെ പെണ്ണിനാണ്. അതെ, ഒരേ ഒരു ആഗ്രഹം. നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തു. ഞാൻ നിസ്കരിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് കാര്യം? അത് പിന്നെ വിളിക്ക്, ബാപ്പുണ്ട് ഇവിടെ. നൂർജഹാൻ ശരിക്കും അഭിനയിച്ചു. എന്ത് കാര്യം പറയുന്നത്? അതൊക്കെയുണ്ട് പെണ്ണെ. അതെ, നിൻ്റെ മനോഹരമായ ആ ഒരു ഡയമണ്ട് നെക്ലേസ് നിൻ്റെ കഴുത്തിലിട്ട് ഒരൊറ്റ ഫോട്ടോ, ഒറ്റ മതി. കൂടുതൽ സ്കിന്നൊന്നും കാണണ്ട. ഒരു ഡയമണ്ട് നിൻ്റെ സ്കിന്നിലൊന്ന് പതിഞ്ഞ് കിടക്കുന്ന ആ ഒരൊറ്റ ഫോട്ടോ മതി. പ്ലീസ് പ്ലീസ്, എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പ്ലീസ് കേട്ടോ, നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരും. പ്ലീസ്, അത്രക്കും നിന്നോട് ഇഷ്ടമുണ്ടായിട്ടാണ്. ദയവായി പ്ലീസ്. ഓ, അപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പാടില്ലല്ലോ, നമ്മൾ അന്യസ്ത്രീ പുരുഷന്മാരല്ലേ, അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റുമോ? എന്നാൽ പ്ലീസ്, എന്നാൽ ജസ്റ്റ് ഒന്ന്. അങ്ങനെ അതാ നമ്മുടെ നൂർജഹാൻ ആ ഫോട്ടോ നന്നായിട്ട് ക്രോപ്പ് ചെയ്തു. അവളുടെ കഴുത്തിൻ്റെ ഭാഗമൊന്നും കാണാത്ത രീതിയിൽ ഡയമണ്ട്സ് മാത്രം കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ വിട്ടുകൊടുത്തു. അതെ, ഇത് വിടാൻ പാടുള്ളൂ, മറ്റേത് തികച്ചും ഹറാമാണ് കേട്ടോ, നമുക്കിതൊന്നും പാടില്ല കേട്ടോ. ഓ എൻ്റെ പെണ്ണെ, നിൻ്റെ നെഞ്ചിലതിങ്ങനെ കാണുമ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതിങ്ങ് പതറിപ്പോവാണ്. അതെ, നീ സ്കിന്നൊന്നും നിൻ്റെ ശരീരമൊന്നും കാണിക്കാതെ അത് വിട്ടിട്ടുണ്ടല്ലോ അല്ലേ. എന്തൊക്കെ തന്നെയാലും മോളെ, താങ്ക്സ് ഒരുപാട്. നീ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അതെ, എനിക്ക് ഇനി ഒരുപാട് ആഗ്രഹമുണ്ട്, അതൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് തരുമോ? നീ പറഞ്ഞത് എന്തും ഞാൻ പൂർത്തീകരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നാലും എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസ്, അത് ഒരു 3-4 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ്, ആ റിങ്, അതിൽ കൂടുതൽ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് പിന്നെ ഒരു 3-4 ലക്ഷത്തിന് ഞാൻ എടുത്തത്. പിന്നെന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് കൂടിയതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ നിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരുക്കും പെണ്ണെ. കോടികളുടെ വിലയുള്ള ഡയമണ്ട് നെക്ലേസ് എൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്ക് വേണ്ടി ഞാൻ പണിത് തന്നിരിക്കും. ഓ, പിന്നെ എന്നെ അങ്ങനെയും കൊതിപ്പിക്കല്ലേ കേട്ടോ. എന്തായാലും നീ പറഞ്ഞ കാര്യമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് നല്ല സമാധാനടി. ആ നിസ്കാരം 2 റക്അത്തായാലും നിസ്കരിച്ചപ്പോഴേ വല്ലാത്തൊരു സുഖം. ഇപ്പം അടുത്തൊന്നും ഞാനങ്ങനെ നിസ്കരിച്ചിട്ടില്ല. എനിക്കതിനോട് ഇഷ്ടമില്ലേനും താല്പര്യം ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരും പറഞ്ഞതുമില്ല. എന്തായാലും വേണ്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു കാര്യം കൂടി വേണം. അതായത് എൻ്റെ റിസോർട്ടുണ്ട് അങ്ങ് ദൂരെയാണ്, മലമുകളിൽ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വല്ലാത്ത ഭംഗിയാണ്. അവിടേക്കൊരു ടൂർ പോകണം നമുക്ക്. എന്താ, എൻ്റെ ഭാര്യ ഉണ്ടാവും, നീ പോരൂലേ? അത് ബാപ്പ സമ്മതിക്കും അറിയില്ല. സമ്മതിച്ചിട്ട് മതി പെണ്ണെ. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഒന്നെന്ന് വെച്ചാൽ നിനക്ക് ധൈര്യമായി കൂടെ പോരാ. കാരണം നീ എൻ്റെ ബീവിയായി വരേണ്ടവളല്ലേ. അപ്പോൾ പിന്നെ അതിന് മുമ്പേ ഞാൻ നിന്നെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. പിന്നെ എന്തായാലും നീ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹിജാബി, എന്താ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. എന്തും ഞാൻ തരാൻ തയ്യാറാണ്. ഒരു വിഷയത്തിലും നീ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തും എന്നോട് ചോദിക്കാം. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരും. ഓക്കെ? എന്താ? അതെ, ടൂറ് പോകുന്ന കാര്യം ചോദിക്കട്ടെ കേട്ടോ. ചോദിച്ചിട്ട് അതിനനുസരിച്ച്. ഒന്നും പേടിക്കേണ്ട പെണ്ണെ. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ നൂർജഹാൻ ഉണ്ടാവുമല്ലോ. നിനക്കെന്താ ഇത്ര? അതൊക്കെ ഓക്കെ തന്നെയായിരിക്കും. എന്നാൽ പെട്ടെന്ന് റിസ്വാൻ വക്കീൽ
നൂറുത്ത ആരോടങ്ങനെ സംസാരിക്കുന്നത്? കുറേ നേരമായല്ലോ. അതോ, അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. എന്നാൽ അതെ, തൻ്റെ ഭർത്താവാണെന്നുള്ള കാര്യം ഒരിക്കലും അവൾ പറഞ്ഞില്ല. ഇത്രയ്ക്കും റൊമാൻറ്റിക്കായിട്ട് ഭർത്താവിനോട് സംസാരിക്കേ എന്നവളൊരു പക്ഷേ ചോദിക്കുമെങ്കിലോ, അത് കരുതി അവളൊന്നും മിണ്ടിയില്ല. അവൾ മൗനം പാലിച്ചു. എന്നാൽ അവൾ ആയിഷയെ ഒരിക്കൽ കൂടി നോക്കി. ആയിഷ എത്ര സുന്ദരിയാണ്! വെറുതെ അല്ല ജസീർ അതിൽ അകപ്പെട്ടു പോയത്. കാരണം ഇത്ര സുന്ദരിയായൊരു പെണ്ണിനെ വേലക്കാരിയായി വീട്ടിലുണ്ടാകുകയാണെങ്കിലേ ആരായാലും തന്നെ ഒന്ന് ആഗ്രഹിച്ചു പോകും, ഒന്ന് കൊതിച്ചു പോകും. അത്രക്കും ഭംഗിയുണ്ട് അവർക്ക്. എന്തൊക്കെ തന്നെയായാലും നൂർജഹാൻ്റെ പദ്ധതി എവിടെ വരെ എത്തും? അതെ, ജസീർ നന്നാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ആയിഷ രക്ഷപ്പെടുമോ? ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പല സ്റ്റോറികളും പറയുന്നതുകൊണ്ട് പല പിഴവുകളും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ്.